So hi friends, welcome to the first episode of Chaos Theory mini-series. Chaos, when the present determines the future, but the approximate present does not approximately determine the future. ഇങ്ങനെയാണ് കെയോസ് തിയറിയുടെ പയനിയേഴ്സിൽ ഒരാളായ എഡ്വാർഡ് ലോറൻസ് കെയോസിനെ ഒറ്റ വാചകത്തിൽ വിവരിച്ചത്. ഡബിൾ പെൻഡുലത്തിനെ കുറിച്ച് ഞങ്ങൾ ചെയ്ത ഷോർട്ട് വീഡിയോയ്ക്ക് ശേഷം കെയോസ് തിയറിയെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചില ഫ്രണ്ട്സ് ചോദിച്ചിരുന്നു. ഇന്ന് നമ്മൾ അതിനാണ് തുടക്കമിടുന്നത്. ഒരൊറ്റ വീഡിയോയിൽ കെയോസിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ പറയൽ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമ്മൾ കെയോസ് വീഡിയോസ് ഒരു 3-4 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇന്ന് ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ഒരു സിസ്റ്റത്തെ എങ്ങനെയാണ് മോഡൽ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഇൻ പെർട്ടിക്കുലർ ഒരു സെറ്റ് ഓഫ് ഇനീഷ്യൽ കണ്ടീഷൻസ് അഥവാ ദ പ്രസന്റ് തന്നാൽ ആ സിസ്റ്റത്തിന്റെ ഫ്യൂച്ചർ എങ്ങനെയാണ് മോഡലിങ്ങിലൂടെ കണ്ടെത്തുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം നമുക്ക് മോഡലിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം. ഈ വാക്ക് കേട്ടാൽ നമ്മളിൽ പലരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഇതുപോലത്തെ ഒരു ചിത്രമായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ ഫാഷൻ മോഡലിങ്ങിനെ പറ്റിയല്ല ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, മറിച്ച് സയൻറ്റിഫിക് മോഡലിങ്ങിനെ പറ്റിയാണ്. ഇനി എന്താണ് സയൻറ്റിഫിക് മോഡലിംഗ്? നമ്മൾ ചുറ്റും കാണുന്ന പ്രതിഭാസങ്ങളെ ഫിസിക്കലോ അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റോ ആയ ഒബ്ജക്ട്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡലിംഗ് എന്ന് ബ്രോഡ്ലി വിളിക്കുന്നത്. മോഡൽസ് എപ്പോഴും റിയൽ വേൾഡ് ഫിനോമിനയുടെ അപ്രോക്സിമേഷൻസ് ആയിരിക്കും. അതുകൊണ്ടാണ് സയൻറ്റിസ്റ്റ് എപ്പോഴും അവൈലബിൾ ആയ മോഡൽസിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മോഡലിങ്ങിനെ പറ്റി മാത്തമാറ്റീഷ്യനായ ജോൺ വോയ് നോയ്മാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: സയൻസിൻ്റെ പ്രധാന പരിപാടി മോഡൽസ് നിർമ്മിക്കലാണ്. മോഡൽസ് മാത്തമാറ്റിക്കൽ കൺസ്ട്രക്ട്സും ഒപ്പം അതിൻ്റെ വെർബൽ ഇൻ്റർപ്രിട്ടേഷൻസും കൊണ്ട് ഒരു സർട്ടൻ പ്രതിഭാസത്തെ വിശദീകരിക്കുന്നു. ഒരു മോഡലിൻ്റെ ജസ്റ്റിഫിക്കേഷൻ അത് വർക്ക് ചെയ്യുന്നു എന്നത് തന്നെയാണ്. ഈ മോഡലിങ്ങിനെ പറ്റി വിക്കിയിലൊന്ന് പരതിയാൽ ഇങ്ങനെ ഒരു ലിസ്റ്റ് കാണും. മോഡലിങ്ങിലെ തന്നെ വിവിധ ടൈപ്പുകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ കൂടെ പറഞ്ഞു തീർക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിലൊരു പെർട്ടിക്കുലർ ടൈപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു: മാത്തമാറ്റിക്കൽ മോഡലിംഗ്. മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ക്ലാസ് ഓഫ് സിസ്റ്റംസ് ആണ് ഡൈനാമിക്കൽ സിസ്റ്റംസ്. സമയത്തിനനുസരിച്ച് മാറുന്ന ഏതൊരു സിസ്റ്റവും ഒരു ഡൈനാമിക്കൽ സിസ്റ്റമാണ്. ഉദാഹരണത്തിന് മുകളിലേക്ക് എറിഞ്ഞൊരു ബോൾ, അല്ലെങ്കിൽ ആടുന്നൊരു പെൻഡുലം എന്നിവ. ഉദാഹരണങ്ങൾ ഫിസിക്സിൽ നിന്ന് തന്നെ ആവണമെന്നില്ല. നമ്മൾക്കിന്ന് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഡൈനാമിക്കൽ സിസ്റ്റം കോവിഡ് തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സിസ്റ്റം ഇതൊന്നുമല്ല. അത് ലോട്ട്ക വോൾട്ടേര മോഡൽ അഥവാ പ്രിഡേറ്റർ പ്രൈ മോഡൽ എന്നറിയപ്പെടുന്ന ഒരു പോപ്പുലേഷൻ മോഡലിലേക്കാണ്. ഇവിടെ ഇടതുവശത്ത് കാണുന്നത് അതിൻ്റെ ഒരു സിമുലേഷനാണ്. ഈ സിസ്റ്റത്തിൽ 2 മെയിൻ ക്യാരക്ടേഴ്സ് ആണുള്ളത്. ആദ്യത്തേത് പ്രേ, ഇവിടെ ബ്ലൂ സ്ക്വയർസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. മറ്റേത് പ്രിഡേറ്റർ ആൻഡ് റെപ്രസെൻറ്റഡ് ബൈ റെഡ് സ്ക്വയർസ്. സിമുലേഷനിലെ ബ്ലാക്ക്ഡ് ഔട്ട് പാർട്ട് നിറയെ ഗ്രാസ് ആണ്. പ്രൈസ് ഗ്രാസ് കഴിക്കും, പ്രൈസിനെ പ്രിഡേറ്റേഴ്സ് തിന്നു, ആൻഡ് പ്രിഡേറ്റേഴ്സ് മരിക്കുകയും ചെയ്യും. ഈ സിസ്റ്റം നമ്മൾ എങ്ങനെ മോഡൽ ചെയ്യും? സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന പ്രേയിൻ്റെയും പ്രിഡേറ്ററിൻ്റെയും എണ്ണം നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ദിസ് ടാസ്ക് ഫീൽസ് ഇമ്പോസിബിൾ, isn't it? ദിസ് ടാസ്ക് ഫീൽസ് ഇമ്പോസിബിൾ. ഇങ്ങനെ ഡിഫിക്കൽട്ടായ പ്രോബ്ലംസ് വരുമ്പോൾ പൊതുവെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു സിംപ്ലർ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നതാണ്. നമുക്ക് പ്രൈസ് മാത്രമുള്ള ഒരു പോപ്പുലേഷൻ ആദ്യം എടുക്കാം. പ്രൈസ് റാബിറ്റ് ആണെന്ന് കരുതുക. ആൻഡ് റാബിറ്റ്സ് ഒരിക്കലും തന്നെ മരിക്കുന്നില്ല എന്നും ഇൻഫിനിറ്റ് എമൗണ്ട് ആയ ഗ്രാസ് ഉണ്ടെന്നും കരുതുക. ഈ സിറ്റുവേഷനിൽ റാബിറ്റ്സിൻ്റെ എണ്ണം വളരെ പെട്ടെന്ന് കൂടി പോപ്പുലേഷൻ്റെ മാക്സിമം കപ്പാസിറ്റി വരെ എത്തുമെന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതെങ്ങനെ നമ്മൾ മോഡൽ ചെയ്യും? ഇതിൽ മാറുന്ന ക്വാണ്ടിറ്റീസിന് ഒരു പേര് കൊടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. സോ നമുക്ക് നമ്പർ ഓഫ് റാബിറ്റ്സിനെ R എന്ന് വിളിക്കാം. R റാബിറ്റ്സിൻ്റെ എണ്ണമാണെങ്കിൽ അതിന് ഹോൾ നമ്പർ വാല്യൂസ് മാത്രമേ പോസിബിൾ ആവുകയുള്ളൂ. ബട്ട് നമ്മൾ Rനെ റാബിറ്റ്സിൻ്റെ ടോട്ടൽ മാസ്സായി എടുത്താൽ R ക്യാൻ ടേക്ക് കണ്ടിന്യൂസ് വാല്യൂസ്. ഇനി നമുക്ക് റാബിറ്റ്സിൻ്റെ ടോട്ടൽ മാസ് ടൈമിനനുസരിച്ച് മാറുന്ന കാര്യം ഡിനോട്ട് ചെയ്യാൻ Rനൊപ്പം നമുക്ക് ബ്രാക്കറ്റിൽ T കൂടെ കൊടുക്കാം. സോ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: റാബിറ്റിൻ്റെ ഈ മാസ് ടൈം Tയിൽ നിന്ന് T+Δt എത്തുമ്പോൾ എത്ര ആയിരിക്കും? ഓർ ഇൻ അതർ വേർഡ്സ് R ഓഫ് T+Δt മൈനസ് R ഓഫ് T എത്രയായിരിക്കും? ഈ ക്വാണ്ടിറ്റി Δt സമയം കൊണ്ടുണ്ടാകുന്ന പുതിയ റാബിറ്റ്സിൻ്റെ എണ്ണമാണ്. ഒരു കാര്യം ഒബ്വിയസ് ആണ്, നമ്മൾ കൂടുതൽ സമയം വെയിറ്റ് ചെയ്താൽ കൂടുതൽ പുതിയ റാബിറ്റ്സ് ഉണ്ടാകും. അതായത് ഈ ക്വാണ്ടിറ്റി Δtക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഇനി നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത് എന്ന് കരുതുക. ആൻഡ് വി വെയിറ്റ് ഫോർ സേ 1 ഇയർ. അപ്പോൾ ഉണ്ടാകുന്ന പുതിയ റാബിറ്റ്സിനേക്കാൾ കൂടുതലായിരിക്കും നമ്മൾ ഈ അവസ്ഥയിൽ തുടങ്ങി 1 ഇയർ വെയിറ്റ് ചെയ്താൽ ഉണ്ടാവുക. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂ കൂടുതലാണെങ്കിൽ നെക്സ്റ്റ് ടൈം സ്റ്റെപ്പിൽ ഉണ്ടാകുന്ന പുതിയ റാബിറ്റ്സും കൂടുതലായിരിക്കും. അതായത് ഈ ഡിഫറൻസ് സ്റ്റാർട്ടിംഗ് വാല്യൂ ആയ R ഓഫ് Tക്കും പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നർത്ഥം. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഈക്വൽ ആക്കാൻ വേണ്ടി നമുക്കൊരു കോൺസ്റ്റന്റ് K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ K റാബിറ്റ്സിന്റെ ഗ്രോത്ത് റേറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു സാനിറ്റി ചെക്ക് കൂടെ നമുക്ക് നടത്താം.
ഡെൽറ്റ ടി 0 ആണെങ്കിൽ ഉണ്ടാകുന്ന പുതിയ റാബിറ്റ്സിൻ്റെ എണ്ണം 0 ആയിരിക്കണം അല്ലേ? ഇവിടെ റൈറ്റ് സൈഡ് 0 തന്നെയാണ്. സോ ദിസ് വർക്ക്സ് ഔട്ട്. ഇനി നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഡെൽറ്റ ടി ടൈം കൊണ്ടുണ്ടാകുന്ന പുതിയ റാബിറ്റ്സിൻ്റെ മാസ് പെർ ഡെൽറ്റ ടി ആണ്. അതായത് റാബിറ്റ്സ് ഉണ്ടാകുന്നതിൻ്റെ നിരക്ക്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റാബിറ്റ്സ്. ഈ ക്വാണ്ടിറ്റിയെ നമ്മൾ ഡിനോൺ ചെയ്യുന്നത് dr/dt എന്നാണ്. ഈ dr/dt കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് റാബിറ്റ്സിൻ്റെ മാസിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണെന്ന കാര്യമാണ് ഓർമ്മ വരേണ്ടത്. സോ ദിസ് ഇസ് അവർ മോഡൽ. നമുക്കിനി അത് സോൾവ് ചെയ്യാൻ നോക്കാം. എളുപ്പത്തിന് വേണ്ടി k നമുക്ക് 1 ആയി എടുക്കാം. dr/dt ആസ് യു നോ ആറിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആസ് ടൈം പാസസ് ആണ്. ആൻഡ് ആറിൻ്റെ വാല്യൂ മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു നമ്പർ ലൈൻ വരയ്ക്കാം. ആർ എന്നത് റാബിറ്റ്സിൻ്റെ മാസ് ആയതുകൊണ്ട് നെഗറ്റീവ് വാല്യൂസ് പോസിബിൾ അല്ല. സോ അറ്റ് ടൈം ഈക്വൽ ടു 0 ആറിൻ്റെ വാല്യൂ 1 ആണെന്ന് കരുതുക. ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടീഷൻ. എങ്ങനെയാവും ഇനി ഇത് ഇവോൾവ് ചെയ്യുക? അതിന് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ dr/dt യൂസ് ചെയ്യണം. dr/dtയെ നമുക്ക് ഒരു ആരോ ആയി കണക്കാക്കാം. ആർ അടുത്ത ടൈം സ്റ്റെപ്പിൽ കുറയുകയാണെങ്കിൽ ആരോ ഇടത്തേക്കും കൂടുകയാണെങ്കിൽ വലത്തേക്കും ആയിരിക്കും. ആ ചേഞ്ചിൻ്റെ സ്പീഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരോയുടെ ലെങ്ത് കൊണ്ടാണ്. ലോങ്ങർ മീൻസ് ഫാസ്റ്റർ. സോ ടൈം 0യിൽ ആരോയുടെ ഓറിയൻറ്റേഷനും ലെങ്ത്തും എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന് നമ്മൾ ഈ ഇക്വേഷൻ്റെ ടൈം 0യിലെ അവസ്ഥ നോക്കുന്നു. ടൈം 0യിൽ ആരോയുടെ വാല്യൂ r(0)ക്ക് തുല്യമാണ്. r(0) ഈസ് +1. സോ ആരോ ഒരു യൂണിറ്റ് നീളവും വലത്തേക്ക് നോക്കിയിരിക്കുന്നതും ആയിരിക്കും. ഇതാണ് ആറിൻ്റെ നെക്സ്റ്റ് ടൈം സ്റ്റെപ്പിലെ ചേഞ്ച്. ഇനി നമ്മൾ ടൈമിനെ മുന്നോട്ട് വിട്ടാൽ ആറിൻ്റെ വാല്യൂ കൂടി കൂടി വരും. അതിനനുസരിച്ച് ആരോയുടെ നീളവും കൂടും. സോ ആർ കൂടുന്ന സ്പീഡ് കൂടും. അങ്ങനെ തുടർന്ന് ആറിൻ്റെ വാല്യൂ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ വലുതാവും. ഇനി നമുക്ക് മറ്റൊരു കേസ് കൂടെ നോക്കാം. k = -1 ആയ കേസ്. ഇവിടെയും നേരത്തെ പോലെ തന്നെ ആറിനെ മാർക്ക് ചെയ്യാൻ ഒരു ലൈൻ വരയ്ക്കുന്നു. ആൻഡ് വി സ്റ്റാർട്ട് വിത്ത് r = 1 at t = 0. നേരത്തെ പോലെ dr/dtയുടെ ആരോ വരയ്ക്കാം. ആരോയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മനസ്സിലാക്കാൻ നമുക്ക് ഇക്വേഷൻ അറ്റ് 0 എന്താണെന്ന് നോക്കാം. അറ്റ് 0 ആരോ -r(0) അഥവാ -1 ആണ്. ഇവിടുത്തെ നെഗറ്റീവ് സൈൻ ഇംപ്ലൈസ് ആരോ ഇടത്തേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ആൻഡ് ആരോയുടെ ലെങ്ത് 1 യൂണിറ്റ് ആയിരിക്കും. സോ ദിസ് മീൻസ് അടുത്ത ടൈം സ്റ്റെപ്പിൽ ആറിൻ്റെ വാല്യൂ ഇടത്തേക്ക് കുറയുന്ന ഡയറക്ഷനിലായിരിക്കും പോവുക. ആറിൻ്റെ വാല്യൂ കുറഞ്ഞ് 0യിലേക്ക് പോകുന്നു. ഈ 0ക്ക് ഒരു സ്പെഷ്യൽ പേരുണ്ട്. ഇറ്റ്സ് കോൾഡ് എ ഫിക്സഡ് പോയിന്റ്. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നാണ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പിന്നെ യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. ഇഫ് r was 0, ആരോയുടെ നീളം 0 ആവും. അതുകൊണ്ട് പിന്നീട് ആറിലെ ചേഞ്ച് 0 സ്പീഡിലായിരിക്കും. ഓർ ഇൻ അതർ വേർഡ്സ് നോ ചേഞ്ചസ്. ഫിസിക്കലി നോക്കിയാൽ r = 0 മീൻസ് നോ റാബിറ്റ്സ്. ആൻഡ് റാബിറ്റ്സ് ഇല്ലാത്ത അവസ്ഥയിൽ തുടങ്ങിയാൽ വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് നമ്മളുടെ റാബിറ്റ്സും ഫോക്സസുമുള്ള ഒറിജിനൽ പ്രോബ്ലം എടുക്കാം. ഇവിടെ റാബിറ്റ്സിൻ്റെ എണ്ണത്തിനെ r(t) എന്നും ഫോക്സിൻ്റെ എണ്ണത്തിനെ f(t) എന്നും വിളിക്കാം. നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് dr/dtയും df/dtയും ആണ്. സോ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ സിസ്റ്റത്തിൽ റാബിറ്റ്സ് മാത്രമേ ഉള്ളൂവെങ്കിൽ നേരത്തെ കണ്ട പോലെ റാബിറ്റ്സിൻ്റെ എണ്ണം ക്രമാതീതമായി കൂടും. ഇത് നമ്മൾ ഓൾറെഡി മോഡൽ ചെയ്തതാണ്. ഈ കേസിൽ dr/dt = k × r(t). അതുപോലെ സിസ്റ്റത്തിൽ ഫോക്സസ് മാത്രമേ ഉള്ളൂവെങ്കിൽ ഫോക്സസ് ഭക്ഷണം കിട്ടാതെ ചത്തൊടുങ്ങും. ആൻഡ് f 0യിലേക്ക് പോകും. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇതിനെ മോഡൽ ചെയ്യാൻ df/dt = -(n)f(t) ആണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്കറിയാം ഈ സിസ്റ്റം ഓൺലി റാബിറ്റ്സോ ഓൺലി ഫോക്സസോ ഒന്നുമല്ല. ഇവിടെ റാബിറ്റ്സും ഫോക്സസും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് റാബിറ്റ്സിനെ മൊത്തം ഇങ്ങനെ വേർതിരിച്ചെടുക്കാം. അതുപോലെ തന്നെ ഫോക്സസിനെ. ഇനി നമുക്ക് ഒരു റാബിറ്റിനെ എടുക്കാം. ഒരു ടൈം സ്റ്റെപ്പിൽ ഈ ഒരു റാബിറ്റിന് മാക്സിമം എത്ര ഫോക്സസുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാക്കാം? അറ്റ് മാക്സ് ദ റാബിറ്റ് ക്യാൻ ഇൻട്രാക്ട് വിത്ത് ഓൾ ദ ഫോക്സസ് ഇൻ ദ സിസ്റ്റം. അതായത് f നമ്പർ ഓഫ് ഇൻട്രാക്ഷൻസ്. പക്ഷേ ഇവിടെ ആകെ ഒരു റാബിറ്റ് അല്ല ഉള്ളത്. ഇവിടെ 6 നമ്പർ ഓഫ് റാബിറ്റ്സ് ഉണ്ട്. സോ ഇൻ 1 ടൈം സ്റ്റെപ്പ് റാബിറ്റ്സും ഫോക്സസും തമ്മിൽ മാക്സിമം 6 ടൈംസ് f നമ്പർ ഓഫ് എൻകൗണ്ടേഴ്സ് ഉണ്ടാകാം. ഈ ഇൻട്രാക്ഷൻസ് റാബിറ്റിൻ്റെ എണ്ണത്തെ എങ്ങനെയായിരിക്കും എഫക്റ്റ് ചെയ്യുക? ഈ ടോട്ടൽ എൻകൗണ്ടേഴ്സിന് പ്രൊപ്പോർഷനായ ഒരു ടേം dr/dtയെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇവിടെ m ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. നമ്മളിവിടെ ഏത് സൈനാണ് ഇടേണ്ടത്? റാബിറ്റും ഫോക്സും കണ്ടുമുട്ടിയാൽ ഫോക്സ് റാബിറ്റിനെ തിന്നാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ടേം റാബിറ്റ്സിൻ്റെ എണ്ണം കുറയ്ക്കുകയാണ് ചെയ്യുക. വിച്ച് മീൻസ് നമ്മളിവിടെ നെഗറ്റീവ് സൈനാണ് ഇടേണ്ടത്. ഇനി ഇതേ ടോട്ടൽ എൻകൗണ്ടേഴ്സ് df/dtയെയും ഇൻഫ്ലുവൻസ് ചെയ്യും. പിയും ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ ഇവിടെ ഏത് സിമ്പിളാണ് ഇടേണ്ടത്? ഫോക്സും റാബിറ്റും കണ്ടുമുട്ടിയാൽ ഫോക്സിന് ഫുഡ് കിട്ടും. സോ ഇത് ഫോക്സിൻ്റെ എണ്ണം കൂട്ടാനാണ് സഹായിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് സൈനാണ് വേണ്ടത്. സോ ഇതാണ് റാബിറ്റ് ഫോക്സ് ഇൻട്രാക്ഷന് വേണ്ടി നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത മോഡൽ. നൗ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക?
നേരത്തെ നിന്ന് ഡിഫറെൻ്റ് ആയി ഇവിടെ രണ്ട് വാല്യൂസ് ഉണ്ട്. നമ്മൾ ആറിനെ എക്സ് ആക്സിസിലും എഫിനെ വൈ ആക്സിസിലുമായി റെപ്രസെന്റ് ചെയ്യുന്നു. റാബിറ്റ് ഫോക്സ് പോപ്പുലേഷന്റെ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിനെ ഈ ഡോട്ട് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഈ ഡോട്ടിന്റെ ഒറിജിനലിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് ഈ ബ്ലൂ ലൈൻ ആൻഡ് വെർട്ടിക്കലുള്ള ഡിസ്റ്റൻസ് ആണ് റെഡ് ലൈൻ. ബ്ലൂ ലൈൻ ഈ സ്റ്റേറ്റിലെ ആറിന്റെ വാല്യൂവും റെഡ് ലൈൻ എഫിന്റെ വാല്യൂവും മാർക്ക് ചെയ്യുന്നു. ഇത് നമുക്ക് കോമ്പാക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം? സോ സ്റ്റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഡോട്ട് ദാ ഇവിടെ ആണെങ്കിൽ R8ഉം F7ഉമാണ്. ദാ ഇവിടെ R7ഉം F2ഉമാണ്. ആൻഡ് ഇവിടെ 5ഉം 6ഉം. ഇനി നേരത്തെ പോലെ തന്നെ ഈ സ്റ്റേറ്റ് എങ്ങനെ മാറുന്നു എന്നത് റിപ്രസെന്റ് ചെയ്യാൻ ഒരു ആരോ അറ്റാച്ച് ചെയ്യണം. ആരോയുടെ നീളം എത്ര വേണമെങ്കിലും ആകാം. ആൻഡ് ആരോയുടെ ഓറിയന്റേഷൻ 360 ഡിഗ്രിയിൽ എങ്ങനെ വേണമെങ്കിലും ആകാം. എങ്ങനെയാണ് നമ്മൾ ഈ ആരോയെ കറക്റ്റായി കണ്ടുപിടിക്കുന്നത്? അതിനായി നമുക്ക് ആദ്യം ആരോയുടെ ഹൊറിസോണ്ടൽ കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാം. ഹൊറിസോണ്ടലിയുള്ള വേരിയബിൾ R ആണ്. സോ ആരോയുടെ ഹൊറിസോണ്ടൽ കോൺഫിഗറേഷൻ ക്യാപ്ചർ ചെയ്യുന്നത് dr/dt ആണ്. സോ ഈ പോയിന്റിൽ നമുക്ക് dr/dtയെ ഇവാലുവേറ്റ് ചെയ്യാം. dr/dt = k. ആൻഡ് ഇവിടെ ആറിന്റെ വാല്യൂ 5ഉം എഫിന്റെ വാല്യൂ 6ഉമാണ്. സോ ദിസ് ഇസ് k × 5 - m × 5 × 6. ആൻഡ് നമുക്ക് kക്ക് 1ഉം എമ്മിന് ഹാഫും വാല്യൂ കൊടുക്കാം. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ വി ഗെറ്റ് -10. ആൻഡ് ദ നെഗറ്റീവ് സൈൻ മീൻസ് ആരോ ആർ കുറയുന്ന ഡയറക്ഷനായ ലെഫ്റ്റിലേക്ക് 10 യൂണിറ്റ് നീളത്തിലാണ്. 10 യൂണിറ്റ് വരച്ചാൽ ആരോ സ്ക്രീനിന്റെ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് നമുക്കൊന്ന് സ്കെയിൽ ഡൗൺ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ എടുക്കാം. ഇത് വെർട്ടിക്കലി ഉള്ള ആരോയുടെ കോൺഫിഗറേഷൻ ആണ് പറയുന്നത്. നമുക്കിതും ഈ പോയിന്റിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. ഇത് -n × 6 + p × 5 × 6. എന്നിന് 3/2ഉം pക്ക് 1/2ഉം വാല്യൂസ് കൊടുക്കാം. ദിസ് ഇവാലുവേറ്റ്സ് ടു 6. ദിസ് മീൻസ് വെർട്ടിക്കലി ആരോ എഫ് കൂടുന്ന ഡയറക്ഷനായ മുകളിലേക്ക് 6 യൂണിറ്റ് നീളത്തിലാണ് ഉള്ളത്. ഈ സ്റ്റേറ്റിലെ ടോട്ടൽ ആരോ കണ്ടെത്താനായി ഈ റെഡ് ആരോയും ബ്ലൂ ആരോയും തമ്മിൽ കൂട്ടണം. ആൻഡ് ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങളുടെ ബോയ്ഡ് വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു ആരോയുടെ ടെയിൽ മറ്റേതിൻ്റെ ടിപ്പിൽ വെച്ച് ദാ ഇങ്ങനെ ഒരു ആരോ വരച്ചാൽ അതാണ് ടോട്ടൽ സം. ഈ ആരോയും നമുക്ക് ഒന്നുകൂടി സ്കെയിൽ ചെയ്ത് ചെറുതായി വരയ്ക്കാം. അടുത്ത ടൈം സ്റ്റെപ്പിൽ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഡോട്ട് ആരോയുടെ ദിശയിലായിരിക്കും പോവുക. നമുക്ക് ടൈമിനെ മുന്നോട്ട് വിടാം. കണ്ടില്ലേ, ഇതാണ് 5-6 എന്ന ഇനീഷ്യൽ സ്റ്റേറ്റിൽ തുടങ്ങിയാൽ പോപ്പുലേഷനിൽ വരുന്ന ചേഞ്ച്. ഇങ്ങനെ ഒരു സ്റ്റേറ്റിന്റെ മാത്രം എവല്യൂഷൻ നോക്കണമെന്നില്ല. ഈ പ്ലെയിനിലെ എല്ലാ പോയിന്റിലും നമുക്ക് ഇതേപോലെ ആരോ അറ്റാച്ച് ചെയ്യാം. ഈ ആരോസിനനുസരിച്ച് സ്റ്റേറ്റ്സ് എല്ലാം ഇവോൾവ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. ഏതാണ്ട് ഈ പ്ലെയിനിൽ കുറെ വെള്ളം ഒഴിച്ച് അതിനോട് ആരോസ് പറയുന്ന പോലെ ഒഴുകാൻ പറഞ്ഞ പോലെ. ഇവിടെ രണ്ട് ഫിക്സഡ് പോയിന്റ്സ് ആണുള്ളത്. ആദ്യത്തേത് 0-0 ആണ്. 0-0യിൽ നിന്നാണ് തുടങ്ങുന്നത് എങ്കിൽ അവിടേക്ക് നമുക്ക് ഒന്നുകൂടി സൂം ചെയ്യാം. ഇവിടെ കണ്ടില്ലേ, മുകളിൽ നിന്ന് വരുന്ന സ്ട്രിംഗ് ലൈൻസ് വലത്തേക്ക് തെറിച്ചു പോകുന്നു. അതായത് 0-0യിൽ നിന്നും ഒരിത്തിരി മാറിയാണ് തുടങ്ങുന്നതെങ്കിൽ പോലും ഒരിക്കലും സിസ്റ്റം 0-0യിലേക്ക് എത്തില്ല. നോ എക്സ്റ്റെൻഷൻ. ഇത്തരത്തിലുള്ള പോയിന്റിനെ നമ്മൾ സാഡിൽ പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. മറ്റൊരു ഫിക്സഡ് പോയിന്റ് കൂടി ഈ സിസ്റ്റത്തിനുണ്ട്. അതിനെ ഈ ഇക്വേഷനിലേക്ക് സൂക്ഷിച്ചു നോക്കി എപ്പോഴാണ് രണ്ട് ഡെറിവേറ്റീവ്സും 0 ആകുന്നത് എന്ന് കണ്ടെത്തിയാൽ മതി. അത് n/p k/m എന്ന പോയിന്റിലാണ്. നമ്മൾ യൂസ് ചെയ്ത വാല്യൂസ് ഇട്ട് കൊടുത്താൽ വി ഗെറ്റ് ദിസ് ഓർ 3-2. ഇവിടേക്ക് നമുക്കൊന്ന് സൂം ചെയ്യാം. 3-2ൽ നിന്ന് തുടങ്ങിയാൽ സിസ്റ്റം ചേഞ്ച് ചെയ്യാതെ നോക്കും. എങ്കിലും ഇതിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ പോപ്പുലേഷൻ 3-2നെ ഇങ്ങനെ സർക്കുലറായി ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത്തരത്തിലെ ഫിക്സഡ് പോയിന്റ്സ് ആണ് സെന്റർ. സോ ഫാർ സോ ഗുഡ്. പക്ഷേ ഈ മോഡൽ കറക്റ്റ് ആണോ എന്ന് എങ്ങനെ അറിയും? ഇവിടെയാണ് മോഡലിംഗിലെ ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പ് കടന്നു വരുന്നത്. കമ്പയറിംഗ് പ്രെഡിക്ഷൻസ് ടു ഒബ്സർവേഷൻസ്. ഫെയ്മാൻ പറഞ്ഞതുപോലെ അതെ, മോഡൽ ഉണ്ടാക്കുന്ന പ്രഡിക്ഷൻസ് എക്സ്പെരിമെന്റ്സ് ഓർ ഒബ്സർവേഷൻസ് ആയിട്ട് മാച്ച് ആയില്ലെങ്കിൽ ദ മോഡൽ ഈസ് ജസ്റ്റ് റോങ്. ഇതാണ് സയന്റിഫിക് മെത്തേഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പുകളിൽ ഒന്ന്. സോ നമുക്ക് ഈ മോഡൽ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സേ ഈ സ്റ്റേറ്റ് എടുക്കുക. ഇവിടെ ആറിൻ്റെ വാല്യൂ 3ഉം എഫിൻ്റെ വാല്യൂ 5ഉമാണ്. ആറിൻ്റെയും എഫിൻ്റെയും വാല്യൂസ് ടൈമിനനുസരിച്ച് മാറുന്നത് ട്രാക്ക് ചെയ്യാൻ നമുക്കൊരു ഗ്രാഫ് കൂടി വരയ്ക്കാം. ഇവിടെ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ആറിൻ്റെയും എഫിൻ്റെയും വാല്യൂമാണ്. ആക്സിസിൽ എളുപ്പം കൊള്ളിക്കാനായി ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊണ്ട് ആറിനെയും എഫിനെയും ഡിവൈഡ് ചെയ്ത് നോർമലൈസ് ചെയ്താണ് വൈ ആക്സിസിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ നമുക്കിനി ടൈമിനെ മുന്നോട്ട് വിടാം. ഡോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആറിൻ്റെയും എഫിൻ്റെയും വാല്യൂസിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നു. അതാണ് നമ്മൾ വലതുവശത്തെ ഗ്രാഫിൽ കാണുന്നത്. ബ്ലൂ ഗ്രാഫ് റാബിറ്റിനും റെഡ് ഗ്രാഫ് ഫോക്സിനും വേണ്ടിയുള്ളതാണ്. ഇതാണ് നമ്മളുടെ മോഡലിൻ്റെ പ്രഡിക്ഷൻ. ഇത് സ്നോ ഷോ ഹാരെ എന്നറിയപ്പെടുന്ന ഒരു തരം മൊയലിൻ്റെയും കാനഡ ലിങ്സ് എന്നറിയപ്പെടുന്ന കുറുക്കൻ്റെയും ഓരോ വർഷവും വിറ്റ തോലുകളുടെ എണ്ണം കാണിക്കുന്ന ഗ്രാഫാണ്.
ഇതിലെ യെല്ലോ ഗ്രാഫാണ് മുയലിൻ്റേത്, ബ്ലാക്ക് കുറുക്കൻ. ഈ കുറുക്കനും മുയലും ഒരു സ്ഥലത്ത് കാണപ്പെടുന്നവയാണ്. അവയുടെ എണ്ണത്തിലുള്ള ഈ ഒബ്സർവ് ചേഞ്ച് നമ്മുടെ മോഡൽ പറയുന്ന പാറ്റേണുമായിട്ട് ഏതാണ്ടൊക്കെ മാച്ചാണ്. എന്നാൽ നമ്മുടെ കയ്യിലുള്ള 4 പാരാമീറ്റേഴ്സിനെ ട്യൂക്ക് ചെയ്ത് കുറെ കൂടി ബെറ്ററായ ഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ സിമ്പിൾ മോഡൽ തന്നെ ഇത്ര കിടുവായ പ്രഡിക്ഷൻ തരുന്നു എന്നത് വളരെ റിമാർക്കബിൾ ആണ്. സ്റ്റിൽ ദ പ്രഡിക്ഷൻ ഈസ് നോട്ട് പെർഫെക്റ്റ്. എന്താണ് അതിന് കാരണം? അത് മനസ്സിലാക്കാൻ നമ്മളുടെ മോഡലിലെ അസംഷൻസ് തന്നെ എടുത്തു നോക്കിയാൽ മതി. ഫസ്റ്റ് അസംഷൻ, മുയലുകൾക്ക് നാച്ചുറൽ ഡെത്ത് ഇല്ല എന്നതാണ്. ഇത് ഒബ്വിയസ്ലി തെറ്റാണ്. അടുത്തത്, ഇൻഫിനിറ്റ് ഗ്രാസ് ഉണ്ടെന്നതാണ്. ഇതും കറക്റ്റ് അല്ല. പിന്നെ നമ്മൾ അസ്യൂം ചെയ്തത് ഈ പോപ്പുലേഷനിലുള്ള സ്ഥലത്ത് വേറെ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ഒന്നും തന്നെ ഇല്ല എന്നാണ്. മറ്റൊന്ന്, കുറുക്കന് റാബിറ്റ് മാത്രമേ ഫുഡായി ഉള്ളൂ എന്നും. ഇവയെല്ലാം തന്നെ നമ്മുടെ ഈ സിമ്പിൾ മോഡലിനെ മോഡിഫൈ ചെയ്യാനുള്ള ഡയറക്ഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, റാബിറ്റ് നാച്ചുറലി മരിക്കുന്നില്ല എന്ന അസംഷനെ ഒഴിവാക്കി റിയലിസ്റ്റിക് ആക്കാൻ ഈ മോഡൽ ഉപയോഗിക്കാം. ഇതിനെ കോമ്പറ്റീറ്റീവ് ലോഡ്ക വൾട്ര മോഡൽ എന്നാണ് വിളിക്കുന്നത്. ഇതുപോലെ ഒരുപാട് അപ്ഡേറ്റ്സ് ഈ മോഡലിൽ സാധ്യമാണ്. അതെല്ലാം നിങ്ങളുടെ എക്സ്പ്ലോറേഷന് വിട്ടു തരുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു സിസ്റ്റം കൂടി പരിചയപ്പെടാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ലവ്. നമുക്ക് കലിപ്പനയും കാന്താരിയും ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മൾ 2 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ഇവിടെയും പരിഗണിക്കുന്നത്, dB/dtയും dG/dtയും. ഇവിടെ ബി കലിപ്പന് കാന്താരിയോടുള്ള ഇഷ്ടമാണ്, ജി കാന്താരിക്ക് കലിപ്പനോടുള്ള പ്രേമവും. ബിയും ജിയും -1നും +1നും ഇടയിൽ കിടക്കുന്ന ഒരു വാല്യൂ ആണെന്ന് കരുതുക. അതായത് -1 മീൻസ് കട്ടവെറുപ്പ് ആൻഡ് 1 മീൻസ് ദിവ്യപ്രേമം. എങ്ങനെയായിരിക്കും ടൈമിനനുസരിച്ച് ഇവരുടെ പ്രേമത്തിൽ ചേഞ്ചസ് വരുന്നത്? ഓർ ഇൻ അതർ വേർഡ്സ്, എന്തായിരിക്കും dB/dtയും dG/dtയും? dB/dt ഈസ് ഈക്വൽ ടു A ടൈംസ് g. അതായത് പെൺകുട്ടിക്ക് ബോയ്ഫ്രണ്ടിനോടുള്ള ഇഷ്ടം പോസിറ്റീവ് ആണെങ്കിൽ dB/dtയും പോസിറ്റീവ് ആയിരിക്കും, വിച്ച് മീൻസ് ബിയുടെ വാല്യൂ കൂടും. ജി നെഗറ്റീവ് ആണെങ്കിൽ ബിയും കുറയും. കലിപ്പൻ കാന്താരി കോണ്ടെക്സിൽ പറഞ്ഞാൽ, പെണ്ണ് കലിപ്പൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി സ്നേഹിച്ചാൽ കലിപ്പന് ഇഷ്ടം കൂടും. പുള്ളിക്കാരി കുറച്ച് മാറി ചിന്തിച്ചാൽ കലിപ്പന് കലിപ്പാവും, സ്നേഹം കുറയും. ഇനി എന്തായിരിക്കും dG/dt? നമുക്കൊന്ന് ഗസ് ചെയ്യാൻ നോക്കാം. കാന്താരി നമ്മുടെ ചില ഷോർട്ട് ഫിലിംസിലൊക്കെ കാണുന്നത് പോലെ ഒരു പ്രത്യേകതരം ജീവിയാണ്. പുള്ളിക്കാരിക്ക് ബോയ്ഫ്രണ്ടിനോട് ഇഷ്ടം തോന്നെങ്കിൽ അവൻ കുറച്ച് കലിപ്പൊക്കെ ഇടണം. അവൻ കുറച്ച് റൂഡായി പെരുമാറിയാൽ ഷീ ലൈക്സ് ഹിം മോർ. ദാറ്റ് മീൻസ് ബിയുടെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ ജിയുടെ വാല്യൂ കൂടും, ഓർ dG/dt പോസിറ്റീവ് ആകും. ഇത് സിമ്പിൾ അല്ലേ? dG/dt ഈക്വൽസ് നെഗറ്റീവ് ബി ടൈംസ് B. അതായത് കാന്താരിയുടെ ഇഷ്ടം കൂടാൻ കലിപ്പൻ റൂഡാകണം. വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് ഒന്നുകൂടി മനസ്സിലാക്കിക്കൊള്ളൂ. നമുക്ക് ബിയെയും ജിയെയും മാർക്ക് ചെയ്യാൻ ആക്സസ് വരയ്ക്കാം. എക്സ് ആക്സിസിൽ ബി, വൈ ആക്സിസിൽ ജി. ഇനി നേരത്തെ ചെയ്ത സ്റ്റെപ്സ് ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് ഇതിന്റെ സൊല്യൂഷൻ നേരെ അങ്ങോട്ട് നോക്കാം. കലിപ്പൻ കാന്താരി മോഡലിന്റെ സൊല്യൂഷൻ ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. അതായത് ഈ ലവ് സ്പേസിൽ എവിടെ സ്റ്റാർട്ട് ചെയ്താലും ആ സ്റ്റേറ്റ് ഇങ്ങനെ 0 വലം വയ്ക്കും എന്നർത്ഥം. ഇതൊന്നുകൂടി ശരിക്കും മനസ്സിലാക്കാൻ ഒരു സ്റ്റേറ്റ് കൂടെ എടുക്കാം. ഈ ഡോട്ടിന്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കലിപ്പന്റെ ലവും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കാന്താരിയുടെ ലവും ആണ്. ഇപ്പൊ നമ്മുടെ ഡോട്ട് ടോപ്പ് റൈറ്റ് ക്വാഡ്രന്റിലാണ്. അവിടെ ബോയുടെയും ഗേളിന്റെയും ലവ് പോസിറ്റീവ് ആണ്. കലിപ്പൻ കലിപ്പല്ല എന്നർത്ഥം. ആ കേസിൽ ഗേളിന്റെ ലവ് കുറയും. സോ ആ സ്റ്റേറ്റ് ഇവോൾവ് ചെയ്ത് ഇവിടെ എത്തും. ഇവിടെ ഗേളിന്റെ സ്നേഹം നെഗറ്റീവും ബോയുടെ പോസിറ്റീവുമാണ്. കാന്താരി സ്നേഹവും അനുസരണയും കാണിക്കാതെ ഇരുന്നാൽ കലിപ്പൻ കലിപ്പാകും, അവന്റെ സ്നേഹം കുറയും. സോ ഈ സ്റ്റേറ്റ് ഇവിടെ എത്തും. ഇവിടെ ബോയുടെയും ഗേളിന്റെയും ലവ് നെഗറ്റീവാണ്, കലിപ്പൻ കലിപ്പാണ്. സോ ഗേളിന് അവനോടുള്ള ഇഷ്ടം കൂടി വരും, വിച്ച് മീൻസ് സ്റ്റേറ്റ് ഇവിടെ എത്തും. ഇവിടെ ഗേളിന്റെ ഇഷ്ടം പോസിറ്റീവായി. ഇതിങ്ങനെ തുടരും. ചുരുക്കി പറഞ്ഞാൽ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ്. ഇനി നമുക്ക് കലിപ്പൻ കാന്താരിയെ ഒന്ന് മോഡിഫൈ ചെയ്യാം. ഇങ്ങനെ ഒരു ടേം ആഡ് ചെയ്യാം. ഇതിൻ്റെ അർത്ഥം പെൺകുട്ടിയുടെ സ്നേഹം വല്ലാതെ പോസിറ്റീവ് ആകുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരു പേടി ഉണ്ടാവുകയും അതുവഴി ലവ് കുറച്ച് കുറയുകയും ചെയ്യുന്നു എന്നാണ്. അതാണ് ഈ നെഗറ്റീവ് സൈനിന്റെ മീനിങ്. ഇതെന്ത് വ്യത്യാസമാണ് മോഡലിൽ ഉണ്ടാക്കുക? ഈ ലവ് സ്പേസിൽ എവിടെ നിന്ന് തുടങ്ങിയാലും അത് എൻഡ് ചെയ്യുന്നത് 0 ദാറ്റ് മീൻസ് എ ബ്രേക്കപ്പ്. സോ എ ലിറ്റിൽ സെൽഫ് ഡൗട്ട് ക്യാൻ സേവ് യു ഗേൾസ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിന് 3Blue1Proന്റെ ഒരു വീഡിയോ കണ്ടാൽ മതി. ലിങ്ക് താഴെയുണ്ട്. ഓഫ് കോഴ്സ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ലവിനെ ക്വാണ്ടിഫൈ ചെയ്യാമെന്നൊന്നുമല്ല. ലവ് മോഡലിനെ കമ്പയർ ചെയ്ത് നോക്കാൻ നമ്മളുടെ കയ്യിൽ ഡാറ്റയും ഇല്ല. സോ ഇതൊരു ഫാൾസിഫൈ ചെയ്യാൻ പറ്റാത്തൊരു മോഡലാണ്, വിച്ച് മീൻസ് ഇറ്റ്സ് ജസ്റ്റ് യൂസ്ലെസ്. വെറുതെ ഒരു ഇന്റലക്ച്വൽ എക്സസൈസ് ആയി കാണിച്ചു എന്ന് മാത്രം. പക്ഷെ നമ്മളുടെ ലോഡ്ക വോൾട്ടേര അങ്ങനെയല്ല, റിയൽ വേൾഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇൻ സമ്മറി, മോഡൽസ് റിയാലിറ്റിയെ അപ്രോക്സിമേറ്റ് ചെയ്യുന്നവയാണ്. ഇൻഫോം ഗസ്റ്റസിൽ നിന്ന് എങ്ങനെയാണ് മോഡൽസിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഒരു മോഡൽ വാലിഡ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് അഗ്രി വിത്ത് എക്സ്പെരിമെന്റ്സ് ഓർ ഒബ്സർവേഷൻസ്. എക്സ്പെരിമെന്റലി ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത മുകളിലെ ലവ് മോഡൽ പോലെയുള്ളവ വെറും യൂസ്ലെസ് ആണ്.
ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കയോസിനെ തൊട്ടിട്ടേ ഇല്ല. പക്ഷേ വരും എപ്പിസോഡുകളിൽ നമുക്ക് കയോസിനെ പറ്റി വിശദമായി തന്നെ പരിചയപ്പെടാം. സോ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ കയോസ് തിയറി മിനി സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കുള്ള സജഷൻസ് എല്ലാം നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് ആസ് ഓൾവേസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.